അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയമ്മയുടെ വീട്ടിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. അതാ റസിയയും മുത്തവും എത്തിച്ചേർന്നതിൽ പിന്നെ അറബിയമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഷാമിലിനെ വിളിക്കുന്നു അറബിയമ്മ. മോനെ ഷാമിൽ, എന്താ എന്തൊക്കെ തന്നെയാലും മോന് അവർ കൊണ്ടുവന്നല്ലോ, മാഷാ അല്ലാ. മോനെ ചില കടങ്ങളൊക്കെ ബാക്കിയുണ്ടല്ലോ, അറിയുമോ? ശരിക്കും ഷാമിൽ ഒന്ന് ഞെട്ടി. അറബിയമ്മ, അത് മോനെ, ഞാൻ പറഞ്ഞൊന്ന് മാത്രം എന്ന് കരുതിയിട്ട് അത് മോനെ ശരിക്കും ഏറ്റെടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മോൻ്റെ ഇഷ്ടപ്രകാരം മാത്രം അറബിയുമ്മ. ഇൻഷാ അല്ലാ, തൽക്കാലം ഈ ഒരു കൂട്ടത്തിൽ എൻ്റെ വിവാഹം ഇപ്പോൾ വേണ്ട. എൻ്റെ മനസ്സത്ര ക്ലിയർ അല്ല അറബിയുമ്മ. മോനെ, അതെന്താ മോനെ അങ്ങനെ പറയുന്നത്? എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കല്ലേ അറബിയുമ്മ. അതിന് പകരമായിട്ട് ഇവരുടെ നിക്കാഹ് നമുക്ക് നടത്തണം ഇൻഷാ അല്ലാ. എന്നാൽ ഷാമിലിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരം അറബിയമ്മ അതിനു വേണ്ടി ഒരുങ്ങുന്നു. എന്നാൽ ആദ്യം തന്നെ മുത്തുവിനോടും അവളോട് ചോദിക്കണമല്ലോ ഇതിനെക്കുറിച്ച് എന്നും വിചാരിക്കുന്നു. അങ്ങനെ അതാ അറബിയമ്മ നേരെ റസിയുടെ റൂമിലേക്ക് എത്തി. മോളെ റസിയ, മോളെ. ആ, അവൾ നിസ്കരിച്ചിരിക്കുകയായിരുന്നു. മോളെ റസിയ, എന്തൊക്കെ തന്നെയാലും കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ചെയ്തു അല്ലേ അറബി വീട്ടിലേക്ക് നിന്നിട്ട്? അറബിയമ്മ, അതൊന്നും സാരല്ല, എന്നാൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞല്ലോ, അതന്നെ വലിയൊരു ഭാഗ്യം എനിക്ക്. എല്ലാവരും പറഞ്ഞു കേൾക്കുക അറബിയമ്മ അറബിയമ്മ എന്നൊക്കെ, പക്ഷെ നേരിൽ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ചെയ്തത്. ഉമ്മ, നിങ്ങൾ മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. മോൾക്ക് താല്പര്യമാണെങ്കിൽ അത് തുറന്ന് പറയാൻ കേട്ടോ. മോളെ, മുത്തു അവിവാഹിതയായ ഒരു യുവാവാണ്, പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല, നിനക്ക് വേണ്ടി കാത്തിരുന്നു അല്ലേ? എന്നാൽ അറബിയമ്മ ആ വാക്കുകൾ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെയായി. അറബിയമ്മ, അത് ഞാൻ വേണ്ട, നോ പ്രോബ്ലം, കുഴപ്പമില്ല. എന്താ, ഇനിയും ഒരുമിക്കാലോ നിങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സിൽ ആ സ്നേഹത്തിൻ്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുമിക്കാലോ. അറബിയമ്മയുടെ വാക്കുകേട്ട് റസിയ ഒന്ന് ഞെട്ടി. എങ്കിലും അവൾക്ക് സന്തോഷമായിരുന്നു. അറബിയമ്മ, അതിപ്പോൾ മോളെ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരുമിപ്പിക്കാൻ വിചാരിച്ചാൽ അത് ഒരുമിച്ചിരിക്കും. അല്ലെങ്കിൽ അറബിയമ്മക്ക് അതന്നെയാണ് മോളെ ഇഷ്ടം. അതെ, എല്ലാവരെയും ഒരുമിപ്പിക്കണം എന്നുള്ളത്. അല്ല മോനെ, എൻ്റെ ബുഷിയുടെ കാര്യത്തിൽ അവളോട് ഞാൻ എന്താ പറയേണ്ടത്? ഉമ്മ, എൻ്റെ മനസ്സ് അത്ര ക്ലിയർ അല്ല. ഇൻഷാ അല്ലാ, ബുഷിയുടെ പഠനം അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയില്ലേ 2 വർഷം, അപ്പോഴേക്ക് അവൾ പഠിക്കട്ടെ. മോനെ, അതവൾ അവളുടെ ഉമ്മയോട് പറഞ്ഞതാണത്രേ. ഉമ്മ, ഞാൻ പഠിച്ചിട്ട് പോരെ നിക്കാഹ് എന്നൊക്കെ, പക്ഷെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നിൽക്കുകയാണ്. അറബി ഉമ്മ, അവൾ പഠിക്കട്ടെ, 2 വർഷത്തെ കോഴ്സും കൂടെ ബാക്കിയുണ്ടല്ലോ. ഇൻഷാ അല്ലാ, അപ്പോഴേക്കും ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും ഇൻഷാ അല്ലാ. എന്നാൽ അതാ മുത്തു ഈ സമയം ഷാമിലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഷാമിൽ, ഞാൻ ഇത്രയും പെട്ടെന്ന് അതിനെന്താ മുത്തു തീരെ വിവാഹം കഴിക്കാതെ നിൽക്കല്ലേ? എന്തായാലും ഈ ഇഫ്താറിൻ്റെ കൂട്ടത്തിൽ ഒരു നിക്കാഹും കൂടെ, അത് ഏറ്റവും മനോഹരമായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ അവൻ്റെ ആ ഒരു മനസ്സിനെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റസിയോടും സമ്മതം ചോദിക്കുന്നു. മോളെ, പിന്നെ നിനക്ക് മുത്തുവിൻ്റെ കൂടെ ജീവിക്കാൻ സന്തോഷമാണോ, താല്പര്യമാണോ? അറബിയമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എന്നെ അവർക്ക് പറ്റുമെന്നുള്ള കാര്യത്തിൽ. മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിന്നെ മാത്രം ആഗ്രഹിച്ചിട്ടാണ് അവൻ ഗൾഫിലേക്ക് നിൻ്റെ കൂടെ പോകുന്നത്. റസിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അവൾ പ്രിയപ്പെട്ട ഉമ്മയെ ഇതൊന്ന് വിളിച്ച് പറയണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തന്നെ റസിയ ഉമ്മയെ വിളിക്കുകയാണ്. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. മോളെ, എന്തായി മോളെ? അറബിയുമായിട്ടുള്ള കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ഉമ്മ, ഞാൻ അവിടെ നിന്ന് പോന്നുമ്മ. മോളെ, നീ എവിടേക്ക്, എങ്ങോട്ടാണ് പോയത്? ഉമ്മ, ഇവിടെ ഒരു അറബി ഉമ്മയുണ്ട്, അവരുടെ അടുത്തേക്ക് പോന്നുമ്മ. പഠിച്ചോനെ, മോളെ നല്ലൊരു വീടായിരുന്നല്ലത്, മോളുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തായി? ഉമ്മ, എൻ്റെ ഉമ്മ അതിൽ വിശ്വസിക്കരുത് ഉമ്മ, അതൊക്കെ ശരിക്കും ഡേഞ്ചറാണ് ഉമ്മ, അതൊന്നും ഒരിക്കൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഉമ്മ. പൊന്നു മോളേജ് വെറുതെ നഷ്ടപ്പെടുത്തല്ലേ ഒന്നും അല്ല ഉമ്മ. എന്നാൽ ശരിക്കും മുത്തുവുമായുള്ള ആ ഒരു വിവാഹത്തിൻ്റെ കാര്യം പറയുകയാണ് റസിയ. ഉമ്മ, ഞാനിപ്പോൾ ഇവിടുത്തെ പ്രശസ്തയായ അറബിയമ്മയുടെ അടുത്താണുള്ളത്, അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായി ജോലി ചെയ്യണം, അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ആ എന്നാൽ അറബിയുടെ വീട്ടിൽ നിന്ന് എന്തിനാ മോളെ നീ പോയത്? ഉമ്മ, അവിടേക്ക് നമ്മുടെ എളാമ്മ വന്നു എന്നല്ലേ അറിയാൻ കഴിഞ്ഞത്. ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് പോന്നു. ഓ, എളാമ്മക്ക് ഏതായാലും ഇനി സുഖമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്തായാലും നഷ്ടപ്പെടുത്തിയില്ലേ മോളെ നീ ഇത്? ഉമ്മ, ആ അറബി അത്ര നല്ലതല്ല ഉമ്മ. അയാൾ കുറച്ച് മോശക്കാരനാണുമ്മ. അയാളുടെ മുമ്പിൽ ജീവിക്കാൻ കഴിയില്ലുമ്മ. മോളെ, എന്തൊക്കെ തന്നെയായാലും നിന്നെ കല്യാണം കഴിക്കണമെന്ന് വരെ പറഞ്ഞതല്ലായിരുന്നോ? അപ്പോൾ ഉമ്മ ദയവായി, അത് അദ്ദേഹം അങ്ങനെയുള്ള ചിന്താഗതിയല്ല. അദ്ദേഹത്തിന് വേറെ പല ലക്ഷ്യമുണ്ട് ഉമ്മ. ആ അങ്ങനെയാണോ? എന്നാൽ പിന്നെ നോക്കണ്ട. അല്ലാ, അതെ ഉമ്മ, എനിക്കൊരിക്കൽ പോലും അങ്ങനെയുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സത്യമായിട്ടും അതേ, ജോലി ചെയ്യുമ്പോഴും എന്തൊക്കെ ചെയ്യുമ്പോഴും തട്ടലും മുട്ടലും തോണ്ടലും ആയിട്ട് അങ്ങനെ കൂടുതലായിട്ട് ഓരോന്നിങ്ങനെ. ആണോ മോളെ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഓ അതെ ഉമ്മ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെട്ടതും. എന്നഞ്ഞിപ്പോൾ സുലൈഖാൻ്റെ ആളായി മാറിക്കോളല്ലത്. അതുമ്മ എന്ത് ചായിക്കോട്ടെ. കാരണം എളാമ്മ അതിനു വേണ്ടി തന്നെ അങ്ങോട്ട് പുറപ്പെട്ടതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, അവരെങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ. എന്നാൽ അതാ മുത്തുവിൻ്റെ കാര്യം ഒന്ന് പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഉമ്മ, പിന്നെ മുത്തു മുത്തുവോ? അത് ഉമ്മ എൻ്റെ കൂടെ പോന്ന. ഉമ്മ, ഞങ്ങളിപ്പോൾ അറബിയമ്മയുടെ അടുത്താണ്. അറബിയമ്മ പറയുന്നുണ്ട് മുത്തുവിൻ്റെയും നിൻ്റെയും നിക്കാഹ് ഇവിടെ വെച്ച് കഴിക്കല്ലേ എന്നുള്ളത്. ഒരുപാട് ആളുകളുടെ നിക്കാഹും കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തതാണ് അറബിയമ്മ. അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ഇജ്ജ് പിന്നെ ആ ദരിദ്രകാരൻ മുത്തുവിനേറ്റ് നടന്നോ? ഉമ്മ അങ്ങനെ പറയല്ലുമ്മ. നല്ല മനസ്സിനുടമയാണ് അദ്ദേഹം. എടി, എൻ്റെ ഇളാമ്മ കണ്ട ചീത്ത പറയും ഓൻ്റെ കൂടെ. ഉമ്മ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ എന്നല്ല. അദ്ദേഹം പാവമാണുമ്മ. എനിക്ക് വേണ്ടി അത്രക്കും ത്യാഗം അനുഭവിച്ച് വിവാഹം പോലും കഴിക്കാതെ നിന്ന ആളാണുമ്മ. അതുകൊണ്ട് നമ്മൾ ഓന് വിവാഹം കഴിച്ചില്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ? മോളെ, നീ ഗൾഫുകാരെത്തിക്കണം, നിനക്ക് അതിനേക്കാളും നല്ലതൊക്കെ കിട്ടും. എന്നാൽ മുത്തുവുമായുള്ള ആ ഒരു ബന്ധത്തിന് ഉമ്മാക്ക് തയ്യാറല്ലായിരുന്നു. ഉമ്മ അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. ഉമ്മയുടെ വാക്ക് കേട്ട് അവൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു. റബ്ബേ, മുത്തുവുമായുള്ള വിവാഹം അത് ഉമ്മാക്കൊട്ടൊരു താല്പര്യമില്ല. പിന്നെ ഞാൻ എന്താ റബ്ബേ ചെയ്യാം? എനിക്കറിയുന്നില്ല. പാവം മുത്തു ഏറെ പ്രതീക്ഷയോടെയാണ്. എന്നാൽ അറബിയുമ്മ അവർ രണ്ടുപേരെയും വിളിപ്പിക്കുന്നു. മക്കളെ, അറബിയുമ്മയുടെ അരികിലേക്ക് അവർ കടന്നു വരികയാണ്. മക്കളെ, നിങ്ങൾ തമ്മിൽ മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടെങ്കിലും അനിഷ്ടങ്ങളുണ്ടെങ്കിലും അതിവിടെ തുറന്നു പറയാനാണ് അവസരം. ശരിക്കും അറബിയുമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ അവൻക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അവൻ ഒരു നിമിഷം പറഞ്ഞു, അറബിയുമ്മ, എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് ആകെ ഒരേ ഒരു പെണ്ണെ കടന്നു വന്നിട്ടുള്ളൂ. അത് അവർ തന്നെയായിരുന്നു റസിയ. അറബിയുമ്മ, ജീവിതത്തിൽ ആകെ ഒരു പെണ്ണ്, അത് മാത്രം മതി, മരിക്കുള്ളൂ തന്നെ. അതിപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചാലും ഇല്ലെങ്കിലും ശരി, കഴിയുന്നില്ല. അത് പറഞ്ഞ് അദ്ദേഹം വിതുമ്പുകയായിരുന്നു. മോനെ വിഷമിക്കല്ലേ, ഇൻഷാ അല്ലാ. റസിയുടെ അഭിപ്രായം എന്താണ്? അറബിയുമ്മ, എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ റസി അത് പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞ ആ ഒരു കാര്യം ഒരു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുത്തുവിന് വല്ലാത്ത വിഷമാവും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ അതിനു വേണ്ടി സമ്മതം മൂളുകയായിരുന്നു. മോളെ, എല്ലാം ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാ, വൈകാതെ തന്നെ അവരുടെ നിക്കാഹ് നടക്കും. എന്നാൽ ആ രാത്രിയിൽ അവൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. റബ്ബേ, എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോവുകയാണല്ലോ റഹ്മാനെ, നീ പുറത്തു തരണം റബ്ബേ. അതെ, ഉമ്മയുടെ വിചാരം മുത്തുവിനെ കല്യാണം കഴിച്ചാൽ തീരെ ക്യാഷ് ഉണ്ടാവില്ല എന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവളുടെ മനസ്സിൽ പല ചിന്തകൾ. പാവമുത്തു ഇതറിഞ്ഞാൽ എത്ര വിഷമിക്കും, സങ്കടപ്പെടും. റബ്ബേ, എന്താ ഞാൻ ചെയ്യാം? എനിക്കറിയുന്നില്ല. മനസ്സിനുള്ളിലെ വിഷമം അത് ആരോടെങ്കിലും തോന്നുന്നു പറയണമെന്ന് തോന്നി. പഠിച്ച റബ്ബേ, നീ മാത്രമാണ് എനിക്കുള്ളത്. അല്ലാ, എൻ്റെ ഉമ്മയുടെ മനസ്സ് മാറ്റണേ അല്ല. എൻ്റെ ഉമ്മക്ക് മുത്തുവിനെ മരുമകനാക്കാറുള്ള മനസ്സ് നൽകണേ അല്ല. പാവം മുത്തുവാണ്. എനിക്ക് വേണ്ടി ഒരു ജീവിതത്തിലെ പുരുഷായുസ് മുഴുവൻ എനിക്ക് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹുവേ, ആ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് അവൾ ഒരുപാട് സങ്കടപ്പെട്ട് ദുആ ചെയ്തു. അള്ളാഹുവേ റഹ്മാനെ, എനിക്ക് വേണ്ടി വിവാഹം കഴിക്കാതെ കാത്തിരുന്ന മുത്തു ഇപ്പോൾ ഉമ്മ പറയുന്നത് അവന് വേണ്ട എന്നാണ്. എന്നാൽ റബ്ബേ, ഇത്രയും സ്നേഹിക്കുന്ന ഒരാളുണ്ടാവില്ല ജീവിതത്തിൽ. അല്ലാ പഠിച്ചോനെ. അവൾ മനമൊരുക്കി ദുആ ചെയ്തു. പടച്ച റബ്ബ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കും എന്നവൾക്ക് ഉറപ്പായി. അവൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു. എന്നാൽ പിറ്റേന്ന്
റസിയുടെ വീട്ടിൽ ആരോ ബെല്ലടിക്കുന്നു. റസിയുടെ ഉമ്മ വാതിൽ തുറന്നു നോക്കി. ആ, ഞങ്ങൾ എത്തീംഖാനിന്നാണ്. എത്തീംഖാനിന്നോ? അതെന്തേ? അല്ല, ഇവിടുത്തെ അപ്പുറത്ത് വിടുത്ത സ്ത്രീ പറഞ്ഞിരുന്നു 2 കുട്ടികളെ എത്തീംഖാനയിലേക്ക് കൊണ്ടുപോകാണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു പിരിവിനും കൂട്ടിട്ട് വേണ്ടിയാണ്. ശരിക്കും അവർ ഞെട്ടിപ്പോയി. എത്തീംഖാനയിലേക്കോ? ആര്? ഇവിടെ 2 പെൺകുട്ടികളുണ്ട്, എത്തീംഖാനയിലേക്ക് പോകണമെന്ന് അപ്പുറത്തെ വീട്ടിലത്തെ ഒരു താത്ത വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. 2 കുട്ടികളുടെ പേര് തരികയും ചെയ്തിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ അവരെ അവിടെ കൊണ്ടുവന്ന് ചേർത്തണം. എങ്കിലേ കുട്ടികളുടെ കണക്കും കാര്യങ്ങളും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവിടുത്തെ കുട്ടികളുടെ ഭക്ഷണം, വസ്ത്രം അതൊക്കെ അവർക്ക് എവിടെന്നെങ്കിലും കണ്ടെത്തിയിട്ട് വേണം കൊടുക്കാൻ. അത്രക്കും പാവങ്ങളായ മക്കളാണ് അവിടെ പഠിക്കുന്നത്. ആ അവിടേക്കാണ് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകാനുള്ളതും. ശരിക്കും അവർ ഞെട്ടിപ്പോയി. റബ്ബേ, ഈ മക്കളെയോ? ഇത്രക്കും സുഖസുന്ദരമായി ഇത്രയും വലിയ വീട്ടിൽ ജീവിച്ച ഈ മക്കൾ എത്തീംഖാനയിലേക്കോ? എന്നാലും സുലേഖ, നിനക്കുറക്കാത്ത കൈയില്ലല്ലോ. പൊന്നു മക്കളെയാണല്ലോ നീ എത്തീംഖാനയിലേക്ക് കൊണ്ടുപോകുന്നത്. ബാപ്പ ഇല്ലാത്ത മക്കളല്ലല്ലോ, ബാപ്പയുണ്ടല്ലോ. പക്ഷെ നീ നിൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തതല്ലേ. ശരിക്കും അവന് വല്ലാത്ത വിഷമമായി അവർക്ക്. അതെ, ഇതെങ്ങാനും ഷാമിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. എന്നാൽ പിറ്റേന്ന് അതാ എത്തീംഖാനയിൽ നിന്ന് ഫോൺ വരുന്നു. ആ, പിന്നെ കുട്ടികളെ കൊണ്ടുവന്നോളൂ കേട്ടോ. കാരണം ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ എടുക്കൂല. അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വേഗം വന്ന് അഡ്മിഷൻ ഉറപ്പാക്കണം. അങ്ങനെ അതാ അവർ ആ മക്കളെയും കൊണ്ട് പോവുകയാണ്. മൂത്തമ്മ, നമ്മൾ അങ്ങോട്ട് പോകുന്നത്? മക്കളെ, നിങ്ങളുമ്മ എത്തീംഖാനയിലേക്ക് ആണ് കൊണ്ടാക്കുന്നത്. നിങ്ങളെ വലിയൊരു വീട്ടിലേക്ക്. അവിടെ കുറേ കുട്ടികൾ ഉണ്ടാവും, നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുറേ പെൺകുട്ടികൾ. മക്കളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ കേട്ടോ. ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഉമ്മ, എന്തിനാ ഞങ്ങൾ കൊണ്ടുപോയി വിടുന്നത്? മക്കളെ, നിങ്ങളുടെ ഉമ്മയല്ലേ? ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ ഉമ്മയുടെ ഓരോ പണികൾ വല്ലാത്തൊരു... ശരിക്കും അവർ കരയുന്നുണ്ടായിരുന്നു. ഉമ്മമ്മ, എന്നാൽ ഞങ്ങൾ പോകുന്നില്ല. മക്കളെ, എന്ത് ചെയ്യാൻ? പോകാതിരിക്കാനും പറ്റില്ലല്ലോ. പൊന്നുമക്കൾ, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അതെ, ഷാമിൽക്ക് വന്നാൽ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നോളൂ കേട്ടോ. അങ്ങനെയതാ അവർ ആ മക്കളെയും കൊണ്ട് എത്തീംഖാനയിലേക്ക് പോവുകയാണ്. ഷാമിലെങ്ങാനും ഇതറിഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കായിരിക്കും ഷാമിലിന്. പാവം, എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മക്കൾ, എൻ്റെ പെങ്ങന്മാരെയാണോ റഹ്മാനെ അവിടെ കൊണ്ടുപോയിടുന്നത്? ആരാരുമില്ലാത്ത മക്കളെ ചേർത്തുന്ന അവിടെ. ശരിക്കും ഷാമിൽ അതറിയുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും. എങ്കിലും അവരുടെ ഉമ്മ ഷാമിലിനോട് കാര്യങ്ങളൊന്ന് പറഞ്ഞു. മോനെ ഷാമിൽ, അതെ, വോയിസാണ് അയച്ചിരുന്നത്. ഞാൻ എത്തീംഖാനയിലേക്ക് പോകുകയാണ്. നിൻ്റെ 2 പെങ്ങന്മാരെ നിൻ്റെ എളാമ ഇവിടെ ആക്കി പോയിട്ടുണ്ട്. അവരെ അവിടെ ചേർത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നാളെ വന്നും ചെയ്തിരുന്നു, വിളിച്ചും ചെയ്തിരുന്നു. മോനെ, ഞാൻ അവരെ ആക്കി കൊടുക്കാൻ പോവുകയാണ്. എപ്പോഴാണ് കാണുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കണ്ട് റീപ്ലൈ തന്നാൽ മതി. അങ്ങനെ അതാ അവർ എത്തീംഖാനയിലേക്ക് പോകുന്നു. ശരിക്കും ആ കുഞ്ഞു മക്കളുടെ കണ്ണുകളിൽ വല്ലാത്ത ഭയമുണ്ടായിരുന്നു. മുത്തുമ്മ, അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഉപ്പാനൊന്നും കാണാൻ പറ്റൂല? മുത്തുമ്മാനൊന്നും കാണാൻ പറ്റൂല? മക്കളെ, ഞാൻ വരണ്ടേ ഇൻഷാ അല്ലാ. പക്ഷെ ഉപ്പ, അത് ഇൻഷാ അല്ലാ ഉപ്പാൻ്റെയൊക്കെ മാറിയിട്ടൊക്കെ വന്നിട്ട് കാണാട്ടോ. ആ മക്കളുടെ ഉമ്മ കാട്ടിക്കൂട്ടിയ പണികളോർത്ത് ശരിക്കും അതാ മൂത്തമ്മ സങ്കടപ്പെടുകയാണ്. റബ്ബേ, ഇത്രയ്ക്ക് ക്രൂരയാവാൻ അവൾക്ക് കഴിഞ്ഞല്ലോ. ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പോരാൻ തോന്നുന്നില്ല. മക്കൾ പോയിക്കോളി. അങ്ങനെ അതാ അവർ 2 സെർവൻസ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. പോരൂ, നിങ്ങൾ അകത്തേക്ക് പോരൂ, നിങ്ങൾ പോയിക്കോളൂ കേട്ടോ, ഇനി നിങ്ങൾ ആവശ്യമില്ല ഇവിടെ. എന്നാൽ ആ മക്കൾ തിരിഞ്ഞു നോക്കുന്നു മൂത്തുമ്മയെ. അതെ, മാതാപിതാക്കൾ ഇല്ലാത്ത ആ പൊന്നു മക്കൾ നേരെ മൂത്തുമ്മയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണ് മറയുവോളം അവരുടെ കണ്ണിൽ നനവ് പടരുന്നു. അവർ കരയുന്നു. മൂത്തുമ്മ, ഞങ്ങളുണ്ട്. അതെ, അപ്പോഴേക്കും ആ സെർവൻ്റ് ആ ചെറിയ മോളെ തിരിച്ചിരുന്നു. മോളെ, ഇനി ഇവിടെയാണ് കേട്ടോ മോളുടെ വീട്. അതെ, മൂത്തുമ്മ ഇടയ്ക്കൊക്കെ വന്നോളൂ, പക്ഷേ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാൽ ആ കുട്ടികൾക്ക് അവിടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. റബ്ബേ, അതെ, സ്വന്തം വീടും ഒക്കെ വിട്ടു. ഉമ്മയും ഉപ്പയൊക്കെ ആദ്യം നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് സന്തോഷമെല്ലാം ഇല്ലാതെയാവുകയായിരുന്നു. അതെ, ഉപ്പാക്ക് സുഖമില്ലാതായി. ഉമ്മയുടെ സ്വഭാവമെല്ലാം അങ്ങനെ. ഇപ്പോഴത്തെ ഞങ്ങൾ എത്തീംഖാനയിൽ വല്ലാത്ത അവസ്ഥ. ആ മൂത്ത പെൺകുട്ടിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ചെറുതാണെങ്കിൽ കരച്ചിലാണ്. മോളെ കരയണ്ട, ഉമ്മ വരും കേട്ടോ നമ്മളെ കൊണ്ടാകാനേ.
ആ മക്കൾ എത്തീംഖാനയിലെ ആ റൂമിലേക്കങ്ങ് അവർ കടന്നു ചെന്നപ്പോൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു പോയി. അത് എല്ലാവരുടെയും ഉമ്മയും ഉപ്പയും ഒരുമിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരെയും വണ്ടിയിലിരുത്തിയും എല്ലായിടത്തേക്കും കൊണ്ടുപോയിട്ടും അങ്ങനെയൊക്കെ സ്നേഹചുംബനങ്ങൾ നൽകിക്കൊണ്ടും ആ മാതാപിതാക്കൾ, അതൊരു പക്ഷേ അവർ ജോലിക്കാരായിരിക്കുമോ അതോ അറിയില്ല, എന്തെന്നറിയില്ല, ആ മക്കളെ അവിടെയാക്കി തിരിച്ചു പോരുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടായിരുന്നു. റബ്ബേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാൻ്റെ ബാപ്പാൻ്റെ കൂടെ ജീവിക്കാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഏതായാലും സുലൈഖ അറബി വീട്ടിൽ സുഖസുന്ദരമായി കഴിയട്ടെ. അവൾ ഇടയ്ക്കിടയ്ക്ക് മക്കളെ ഒന്ന് പോയി നോക്കണം. എന്നാൽ ഈ സമയം സുലൈഖ അറബി വീട്ടിൽ ശരിക്കും നല്ലൊരു പണിയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അതെ, നല്ല രീതിയിൽ ഹാർഡ് വർക്ക്. അത് മാത്രമല്ല, അറബിയുടെ ഓരോ കോപ്രായങ്ങൾ കാട്ടുന്നതിനും കൂട്ടു നിൽക്കേണ്ടതായിട്ട് അവൾക്ക് വരുന്നുണ്ട്. പലപ്പോഴും അറബിയുടെ കാല് മസാജ് ചെയ്യിപ്പിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരാറുണ്ട്. അതെ, ഒരു നിമിഷം അവളുടെ മനസ്സിൽ പല പല ചിന്തകളും. ഞാൻ തന്നെ എൻ്റെ വയസ്സായ ഭർത്താവിനെ നോക്കിയിട്ടില്ല, സ്ട്രോക്ക് വന്നിട്ട്, എന്നിട്ടിപ്പോൾ ഇയാളെ ഞാൻ കാല് മസാജ് ചെയ്ത് കൊടുക്കുക. അയ്യേ, എനിക്ക് ഏറ്റവും വൃത്തികെട്ട പണികളിൽ ഒന്നാണ് അത്. എന്നാൽ സുലൈഖയ്ക്ക് നല്ല രീതിയിൽ അവിടെ കടുത്ത ജോലി തന്നെയുണ്ട്. പാത്രം കഴുകലും അടിക്കലും തുടക്കലും വൃത്തിയാക്കലും എല്ലാമായിട്ട് മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ഒഴിവും ഇല്ല എന്ന് തന്നെ പറയാം. അവർ വിചാരിച്ചു അറബിയുടെ മണവാട്ടിയായിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നതെന്ന്. എന്നാൽ ഒരിക്കൽ പോലും അവൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. ജീവിതമാകെ താളം തെറ്റിയ പോലെയാണ്. എന്നാൽ ഈ സമയം ഷാമിലിൻ്റെ ഫോണിലേക്ക് അതാ ഒരു കോൾ വരുന്നു. ഹലോ മോനെ. ഇത് മനസ്സിലായില്ലേ? ഉപ്പേനെ നോക്കുന്ന ആളാണ് മോനെ ഞാൻ. പിന്നെ ഉപ്പ പറയുന്നുണ്ട് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ. ഉപ്പാക്കിപ്പോൾ അൽഹംദുലില്ലാ ശരിക്കും നടക്കാനൊക്കെ കഴിയുന്നുണ്ട്. ചെറിയൊരു സപ്പോർട്ടൊന്ന് കൊടുത്താൽ മതി, അത് ഇൻഷാ അല്ലാഹ് റെഡി ആയിക്കോളും. ഇപ്പോൾ ഉപ്പ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കൽ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഞാൻ പറഞ്ഞു മോനിങ്ങ് വന്നോട്ടെ എന്നിട്ട് പോയാൽ പോരെന്ന്. അപ്പോഴും പറഞ്ഞത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്നതാണ്. മോനെ അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം കേട്ടോ. എന്താ വേണ്ടത്? സത്യം പറഞ്ഞാൽ ഉപ്പ ഇവിടുന്ന് പോവാന്നൊക്കെ പറയുമ്പോഴേ ഞങ്ങൾക്കും വിഷമമുണ്ട് കേട്ടോ. ഞങ്ങൾക്കും തന്നെ ഒരാളുള്ള പോലെയായിരുന്നു സത്യമായിട്ടും. ഉപ്പ പോവാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വിഷമമുണ്ട് കേട്ടോ. മോനെ സാരല്ല, നിങ്ങൾ നല്ല സുഖമായി ജീവിക്കേ. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ കൈകാലുകൾ തളർന്നു. റബ്ബേ, എന്തുത്തരം പറയണമെന്ന് എനിക്കറിയുന്നില്ല. അതെ, എൻ്റെ പൊന്നു മക്കളെയും എളാമയും കാണുവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ വരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ നടക്കാനൊക്കെ റെഡിയായി അത്രേ. അല്ലാ, ഞാൻ എന്തുത്തരം പറയും എൻ്റെ ഉപ്പയോട്? എൻ്റെ ഉമ്മയെ ഉപേക്ഷിച്ച് അല്ല, എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അതാ എളാമയെ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു എൻ്റെ ഉപ്പ. അതിൽ 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. പക്ഷേ എളാമ ചെയ്ത ഈ ഒരു ക്രൂരകൃത്യം അത് ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? ഞാൻ എന്ത് പറയും റബ്ബേ എൻ്റെ പിതാവിനോട്? എൻ്റെ പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ എളാമ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും ഞാൻ? മക്കളെവിടെ? മക്കളും മാത്രം അനാഥമായിരിക്കുന്ന സമയം എനിക്കറിയുന്നില്ല. ഞാൻ വിളിക്കാട്ടോ സിസ്റ്ററെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു. അതെ, ഷാമിലിൻ്റെ ഉപ്പ വരികയാണ് വീട്ടിലേക്ക് എളാമയെയും മക്കളെയും കണ്ണിറയെ കാണാൻ. പക്ഷേ എളാമ ഒരിക്കൽ പോലും അവിടെയില്ല. അവരുടെ വിവാഹബന്ധം ഒഴിവാക്കി അവർ ഗൾഫിലേക്ക് പോയതാണ്. ഗൾഫിലെത്തിയപ്പോൾ വളരെയധികം പരിതാപകരമായ അവസ്ഥ. എന്നാൽ ഷാമിലിൻ്റെ പിതാവ് തിരിച്ചു വന്നാൽ ആ ഉമ്മയെ കാണാഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഹൃദയം പൊട്ടി മരിക്കുമോ എന്ന് തന്നെ റഫീഖ് ഭയപ്പെടുകയാണ്. അല്ലാഹുവേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അതെ, ആ ദിവസം അവൻ വല്ലാതെ കരഞ്ഞു. റബ്ബേ, എൻ്റെ പിതാവിനോട് ഞാൻ എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച്. അതെ, ഉപ്പയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഉപ്പയെ കൊണ്ടുവരാൻ പോകണം. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? അവൻക്ക് ഒന്നും അറിയുന്നില്ലായിരുന്നു. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ പിതാവിന് യാതൊരു രീതിയിലുള്ള വിഷമവും ഉണ്ടാക്കില്ലേ അല്ലാ. പെട്ടെന്നായിരുന്നു അവൻ ആ ഫോൺ എടുത്ത് നോക്കിയത്. അല്ലാ, റസിയുടെ ഉമ്മയാണല്ലോ ഇതിലേക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഹലോ മോനെ ഷാമിലേ, മക്കളെ എത്തീങ്കാനയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അവരുടെ എളാമ്മ പറഞ്ഞാണത്രേ. ഇന്നലെ വിളിച്ചിരുന്നു, ഇന്നൊരു കൂട്ടർ വന്നിരുന്നു. അപ്പോൾ അവർ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. എല്ലാ ചിലവുകളൊക്കെ അവർ വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ ഷാമിൽ ഞെട്ടിപ്പോയി. അവൻ പൊട്ടിക്കരഞ്ഞു പോയി. റബ്ബേ, ഈ എളാമ്മ എന്തിനാ റഹ്മാൻ ഇങ്ങനെ ചതിച്ചത്? പഠിച്ചോനെ, അല്ലാ, എൻ്റെ മക്കള്
എന്നാൽ ആ നിമിഷം തന്നെ അതാ നാട്ടിലേക്ക് പോരണം എന്നുള്ള ചിന്തയായിരുന്നു അവൻക്ക്. റബ്ബേ, എന്തൊക്കെ നടക്കാൻ പോകുന്നു റഹ്മാനെ. എൻ്റെ ഉപ്പാക്ക് നീ കൽബിന് ശക്തി നൽകുക റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് ഷാമിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഇനി എന്തായിരിക്കും ഷാമിലിൻ്റെ ഉപ്പ വീട്ടിലേക്ക് വന്നാലുള്ള അവസ്ഥ? ഭാര്യ ഏതായാലും ഒഴിവാക്കി പോയി. ഇനി എന്തായിരിക്കും സ്ഥിതിഗതികൾ? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ അതാ 3-ാം ലോക മഹായുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അല്ലേ? അതെല്ലാം പുലരുകയാണ്. പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ പേടിച്ചരണ്ട വീട്ടിൽ നിൽക്കുന്നുണ്ട് റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് നീ ധൈര്യം കൊടുക്കുക റഹ്മാനെ. അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവരുത് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാസികളായ ആളുകൾ ഒരുപാടുണ്ട്, വിഷമത്തോടെ വേദനയോടെ കൂടെ നിൽക്കുന്നു റഹ്മാനെ. അവർക്കൊക്കെ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുക. അവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നീ വരുത്തില്ല അല്ലാ. സുരക്ഷിതമായി നമ്മുടെ നാട്ടിലെത്തുവാനുള്ള ഹെൽപ്പ് അവർക്ക് നീ കൊടുക്കുക റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.